പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നീക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന അനേക അനുഭവങ്ങൾ സുവിശേഷത ഭാഗത്ത് നമുക്ക് ധ്യാനിക്കാനായിട്ടും കാണാനായിട്ടും സാധിക്കും. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗം അവിടെ വിവരിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ മീൻ പിടിക്കാൻ പോവുകയും രാത്രി അധ്വാനിച്ചിട്ട് അവർക്ക് മീൻ കിട്ടാതെ വരികയും യേശുവിൻ്റെ വചനമനുസരിച്ചിട്ട് വലയിൽ മീൻ നിറയുകയും ചെയ്ത ഒരു അനുഭവമുണ്ട്. സത്യത്തിൽ നമ്മൾ ആ വചനം ഒന്ന് സൂക്ഷിച്ചൊന്ന് ധ്യാനിക്കുമ്പോൾ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് മനുഷ്യനെ പിടിക്കാനായിട്ടാണ്. പത്രോസിനെയും അതുപോലെ കൂടെയുള്ള മറ്റ് അപ്പോസ്തലന്മാരെയൊക്കെ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് നാം വിളിച്ചത് പഴയതിൽ നിന്നും മോചിപ്പിച്ച് പുതിയത് ചെയ്യിപ്പിക്കാനാണ് അവൻ്റെ വിളി എന്ന് പറയുന്നത്. അപ്പോൾ ആ വിളി മറന്നുകൊണ്ട് അപ്പോസ്തലന്മാർ ജീവിച്ച ഒരു ഭാഗം കൂടി നമുക്കിവിടെ ധ്യാനിക്കാനായിട്ട് സാധിക്കും. യേശു 12 അപ്പോസ്തലന്മാരെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ യൂദാസ് അവൻ്റെ ജീവൻ അവൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ബാക്കി 11 പേരാണുള്ളത്. ഈ 11 പേര് കൂടി ചേർന്ന് ഉദ്ധാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി സുവിശേഷ വേലയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ടവരാണ് അവർ. മനുഷ്യനെ പിടിക്കാനുള്ള വ്യക്തമായ ഉത്തരവാദിത്വം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇനി മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാം കർത്താവ് സ്വീകരിച്ചത്. എന്നാൽ നാം ഇവിടെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇങ്ങനെയാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കനായിൽ നിന്നുള്ള നഥാനിയേൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ 11 അപ്പോസ്തലന്മാരിൽ 7 പേര് അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ് ശിമയോൻ പത്രോസ് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ കൂടെയുള്ളവർ പറയുന്നു, ഞങ്ങളും മീൻ പിടിക്കാനായിട്ട് പോരുകയാണ്. ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മുൻപ് സൂചിപ്പിച്ചു. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഇന്നീ പാറയാണ്, ഈ പാറമേൽ ഞാനൊരു സഭയെ പണിയും. സഭയെ പണിയാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നവനാണ് പത്രോസ്. അതിന് ചേർന്ന് നിൽക്കേണ്ടവരാണ് മറ്റ് അപ്പോസ്തലന്മാർ. ഈ അപ്പോസ്തലന്മാർ മനുഷ്യനെ പിടിക്കുന്നതിന് പകരം വീണ്ടും പഴയ ജോലിയിലേക്ക് അവർ മടങ്ങുകയാണ്. സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആ ശുശ്രൂഷയിൽ ഭൂരിപക്ഷം ആളുകളും ശുശ്രൂഷ രാജിവെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 11 പേരുള്ള കമ്മിറ്റിക്കാരിൽ 7 പേരും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോട് യോജിക്കാതെ അവർക്കിഷ്ടപ്പെട്ട ശുശ്രൂഷയോട് അവർ യോജിച്ചു പോവുകയാണ്. സത്യത്തിൽ ആ 7 പേരിൽ ആരെങ്കിലും ഒരാൾ പറയുകയാണ്, പത്രോസേ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യനെ പിടിക്കാനല്ലേ? നമ്മളിപ്പം മീൻ പിടിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതല്ലേ, നമുക്ക് അവനോടൊരു അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് ചെയ്തുകൂടെ എന്നാരെങ്കിലും ഒന്ന് തിരുത്താനുണ്ടായിരുന്നെങ്കിൽ പത്രോസ് പോകുമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ആൾക്കാരാണ്. കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, ഓഫീസിൽ ഒക്കെ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, വിളികളുണ്ട്. അതോടൊപ്പം അതിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങളൊക്കെ നമുക്കുണ്ട്. എന്നാൽ ചില ഡിസിഷൻസൊക്കെ തെറ്റിപ്പോകാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ മേലധികാരികൾക്ക് തെറ്റുപറ്റും, കുടുംബത്തിൽ ഭർത്താവിന് തെറ്റുപറ്റും, ഭാര്യയ്ക്ക് തെറ്റുപറ്റും. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് തിരുത്തി കൊടുക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിലപ്പം മുഖസ്തുതി പറഞ്ഞ് നേതാവിനെ നമ്മുടെ കാര്യത്തിന് വേണ്ടി, നമ്മുടെ ഒരു ആവശ്യത്തിനും വേണ്ടി അവൻ്റെ എന്ത് തെറ്റുമായിക്കോട്ടെ അത് കണ്ണടച്ച് നിൽക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടോ? രാജാവ് നഗ്നനായി പോകുന്നു എന്ന് പറഞ്ഞത് ആ നിഷ്കളങ്കനായൊരു ബാലൻ മാത്രമാണെന്നുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ മുഖസ്തുതിയുടെയും കാര്യസാധനത്തിൻ്റെയും കാര്യങ്ങൾ മാത്രം മറച്ചു വെച്ചുകൊണ്ട് കൂടെയുള്ളവരെ തിരുത്താനുള്ള ഒരു ആർജവം, ഒരു ധൈര്യം നമുക്കിന്നുണ്ടോ? സത്യത്തിൽ ഞാൻ തിരുത്താനില്ല, ഞാൻ തിരുത്തിക്കഴിഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, നീ വേണമെങ്കിൽ പറഞ്ഞു. എത്രയോ പേരാണ് തിരുത്താനായിട്ട് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് പറയുന്നത്. അയൽവാസി കുഞ്ഞൊരു പ്രേമത്തിൽ വീണുപോയി കഴിഞ്ഞാൽ ആ കുഞ്ഞ് തെറ്റിപ്പോയി എന്ന് പറയാനുള്ളൊരു ആർജവം നമുക്കില്ല. അമ്മയോട് പറഞ്ഞാൽ പറയാത്തതിന് കാരണങ്ങൾ പലതുമുണ്ട്. എന്തൊക്കെയാണ്? ഒരു കാരണം പറയുന്നത്,
ഞാനെങ്ങാനും പറഞ്ഞ് നീ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കണ്ടെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. അല്ലെങ്കിൽ അസൂയ പറയുകയാണെന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ ഞാൻ അവളെക്കുറിച്ച് പരദൂഷണം ഇല്ലാവചനം പറഞ്ഞു എന്നുള്ള പേരിൽ ആരോപണം കേൾക്കുമെന്ന് ഭയന്നിട്ടായിരിക്കും. ആയിക്കോട്ടെ, എന്നാലും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുവാൻ, തിരുത്തേണ്ടത് തിരുത്തുവാൻ പറയാനുള്ള ഒരു ആർജവും ക്രിസ്ത്യാനിക്കുണ്ടായിരുന്നു, ക്രിസ്ത്യാനിക്കുണ്ടാവേണ്ടതാണ്. പക്ഷെ നമുക്കെന്നതില്ല. എന്തിനേറെ പറയുന്നു, മക്കളെപ്പോലും മാതാപിതാക്കളെപ്പോലും തിരുത്താനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ പിതാവ് ചെയ്തൊരു തെറ്റായിരിക്കാം, ഒരു മകൻ ആനുകൂല്യം കിട്ടുന്നതായിരിക്കും, മറ്റേ മകൻ സ്വത്ത് വിഭജനത്തിൻ്റെ കാര്യത്തിൽ 2 3 മക്കളുണ്ടെന്ന് വിചാരിക്കട്ടെ, അപ്പൻ ഫേവറബിളായിട്ടൊരു തീരുമാനം തെറ്റാണെന്ന് കാണുമ്പോൾ കിട്ടിയവന് പറയാം, അപ്പാ അതല്ല ശരി, മറ്റുള്ളവരും കൂടി അതിൽ പരിഗണിക്കണമെന്ന് പറയാൻ അങ്ങനെ തിരുത്താനുള്ളൊരു ആർജവമൊന്നും നമുക്കില്ല. എനിക്ക് കിട്ടുന്നതാണെങ്കിൽ ഇങ്ങ് പോന്നോട്ടെ എന്ന് പറയുന്ന രീതിയിലാണ് അമ്മായിയമ്മയാണെങ്കിലും മരുമക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും സഹോദരികളാണെങ്കിലും അങ്ങനെ അന്ധമായി പോയ ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും പഴയ വഴിയിലേക്ക് പോകുന്നൊരു സംഭവങ്ങൾ നമുക്ക് അനുദിനം കാണാൻ പറ്റും. യേശുക്രിസ്തു ഈ കാര്യത്തിൽ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ട രീതിയിൽ, തിരുത്തേണ്ടവരെ മാറ്റേണ്ട രീതിയിൽ കർത്താവ് അതിന് മാറ്റിയിട്ടുണ്ട്. കർത്താവ് എല്ലാത്തിനും ഒരു കോംപ്രമൈസോ, കർത്താവ് എല്ലാത്തിനും ഒരു ശരി വെച്ചൊരു സ്വഭാവം സുവിശേഷത്തിൽ കാണാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് പത്രോസ്ലീഹ പറഞ്ഞു യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം നടത്തി. അപ്പോൾ പത്രോസിനെ അപ്രിസിയേറ്റ് ചെയ്തായിരുന്നു. ഉടൻ തന്നെ പറഞ്ഞു, ഞാൻ ഈ സഭയൊക്കെ ഇതിൽ പണിയെന്നൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത പാരഗ്രാഫ് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, താൻ ക്രിസ്തുവാണ്, താൻ ദൈവമാണെന്ന് അറിഞ്ഞ ഒരു സമൂഹത്തോട് പറയുകയാണ് കുരിശിൻ്റെ രഹസ്യം. ആ രഹസ്യം വെളിപ്പെടുത്തിയ ഉടൻ തന്നെ താൻ ജെറുസലേമിലേക്ക് പോകുമെന്നും അവിടെ കശീശന്മാരാൽ പിടിക്കപ്പെടുമെന്നും മരണത്തിന് ഏൽപ്പിക്കപ്പെടുമെന്നും പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അവനെ ശാസിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിനെ മാറ്റി നിർത്തിയിട്ടാണ് പത്രോസ് ഇത് പറഞ്ഞെങ്കിൽ പത്രോസിനെ നോക്കി കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, സാത്താനെ എന്നെ വിട്ടു പോവുക. മറ്റപ്പോസ്തലന്മാരുടെ മുമ്പിൽ പ്രമുഖ സ്ഥാനം കിട്ടിയ ഉടൻ തന്നെ പത്രോസിനെ കർത്താവ് വിളിക്കുന്നത് കുരിശിനെതിരെ നിന്നതുകൊണ്ട് അവനെ അപ്പോൾ തന്നെ തിരുത്തി, സാത്താനെ എന്നെ വിട്ടു പോകുക എന്ന് പറഞ്ഞത്. അതേസമയം യൂദാസിനെ കർത്താവ് തിരുത്താൻ ശ്രമിച്ചത് ഒരിക്കലും പത്രോസിനെ തിരുത്തിയതുപോലെ അല്ല. പത്രോസിനെ കർത്താവ് തിരുത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. വാളെടുത്ത് വെട്ടിക്കഴിഞ്ഞപ്പോൾ വാളെടുക്കുന്നവൻ വാളാലാണ്, തിരുത്തി അപ്പം തന്നെ കൊടുക്കുന്നു. യൂദാസ് കർത്താവിന് ചുംബിച്ചു കൊടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവനെ തിരുത്താൻ കർത്താവ് എടുത്ത മെത്തേഡ് ഇങ്ങനെയായിരുന്നു, സ്നേഹിത. സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ടാണ് അവൻ്റെ മനസാക്ഷിക്ക് കർത്താവ് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത്. പത്രോസിനോട് എടുത്ത നിലപാടല്ല എടുത്തത്. ഇവിടെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? നമ്മൾ തിരുത്തേണ്ട വ്യക്തികളെ എല്ലാം ഒരുപോലെ തിരുത്തരുത്. എൻ്റെ മേലധികാരി തിരുത്താനൊരു മെത്തേഡാണ്, എൻ്റെ കൂടെയുള്ളവർ തിരുത്താനൊരു മെത്തേഡാണ്, എൻ്റെ മാതാപിതാക്കളെ തിരുത്താനൊരു മെത്തേഡാണ്. ഞാൻ സത്യം കണ്ടാൽ വിളിച്ചു പറയും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വിളിച്ചു പറഞ്ഞ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചീത്ത കേൾക്കണം എന്നുള്ളത് സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. യേശുവിനെ പോലെ തിരുത്തിയത് ആരുമില്ല. പക്ഷേ യേശു തിരുത്തിയതെല്ലാം അത് തിരുത്തേണ്ട രീതിയിലാണ് യേശു തിരുത്തിയത്. അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെ. ഒരിക്കൽ പൗലോസ്ലീഹായെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, നീ ജനത്തിൻ്റെ പ്രധാന പുരോഹിതനോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കൂടെയുള്ളവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ഉടൻ തന്നെ പറഞ്ഞു, ക്ഷമിക്കണം, ഇദ്ദേഹം പ്രധാന പുരോഹിതനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രധാന പുരോഹിതനോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നുവെന്നല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പത്രോസ് അത് പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, തിരുത്തുന്നത് നല്ലതാണ്, തിരുത്തലില്ലാത്തതാണ് നമ്മൾ നശിക്കാൻ കാരണം. സഭയിലായിക്കോട്ടെ, കൂടെയുള്ള വൈദികരായിക്കോട്ടെ, പലതും അറിയാം, എന്നിട്ട് നമ്മൾ മാറിയിരുന്ന് കുറ്റം പറയും. ആ അച്ഛൻ ശരിയല്ല, ആ ബിഷപ്പ് ശരിയല്ല, ആ കുടുംബം ശരിയല്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം എത്രയെത്രയോ വ്യക്തികളുടെ കുറ്റമാണ് നമ്മൾ പറയുന്നത്. മക്കളുടെ കാര്യത്തെക്കുറിച്ച്, സഭയുടെ കാര്യത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചൊക്കെ എത്രയെത്രയോ കുറ്റം പറയുന്നുണ്ട്. എന്നാൽ നമുക്കതിൽ തിരുത്തേണ്ടതാണ് ഫോൺ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിക്കാനുള്ള ആർജവം, തെറ്റ് തിരുത്താനുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലില്ല സഹോദരങ്ങളെ. നമ്മളൊക്കെ കുരിശിനെ ഭയന്നുകൊണ്ട് പ്രീതി നേടിക്കൊണ്ടുള്ള ഒരു സ്നേഹബന്ധത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ പത്രോസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ ചെയ്യുന്നത് ശരിയല്ല പത്രോസേ എന്ന് പറയാനുള്ള ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യേശു ക്രിസ്തു വീണ്ടും തിരുത്തുന്നുണ്ട്. യേശു വീണ്ടും തിരുത്തുന്നത് തൻ്റെ അപ്പോസ്തലന്മാർ അവരുമായി കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശമരിയ ദേശത്തുള്ളവരുടെ സ്വീകരിക്കാതെ വന്നൊരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്.
ഉടൻ തന്നെ കൂടെയുള്ളവർ പറയുകയാണ്, ഏലിയ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ അഗ്നി ഇറക്കി ഇവരെല്ലാം ഇപ്പോൾ തന്നെ ശരിയാക്കട്ടെ. അത്രയും പവർഫുൾ പ്രെയർ ഉള്ളവരാണ്. അപ്പോൾ കർത്താവ് ആ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ആത്മാവിൽ നിന്നുള്ളവരാണ്? നിങ്ങൾ ഏത് ആത്മാവിൽ നിന്നുള്ളവരാണ്? തൻ്റെ പിതാവിൻ്റെ ഭവനം ഇങ്ങനെ മലിനമായി കിടക്കുകയാണ്. അവിടെ കച്ചവടങ്ങൾ, അധികാരങ്ങൾ, പ്രാവ് കേസ് കെട്ട്, കാളയുടെ കേസ് കെട്ട്, നാണയം കേസ് കെട്ടുകൾ എല്ലാം നടക്കുന്നത് കണ്ടപ്പോൾ യേശുക്രിസ്തുവിന് സഹിച്ചില്ല. ചാട്ടവാറെടുത്തു എന്ന് പറയുന്നത്. അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ഭവനം, പിതാവിൻ്റെ ഭവനം അത് പ്രാർത്ഥനാലയമാണ്. നിങ്ങൾ എന്തിനാണത് നശിപ്പിക്കാൻ നിൽക്കുന്നത്? യേശുക്രിസ്തു തിരുത്തി, സമൂഹത്തെ തിരുത്തി, കൂട്ടങ്ങളെ തിരുത്തിയിട്ടുണ്ട്, വ്യക്തിപരമായി തിരുത്തിയിട്ടുണ്ട്, ശത്രുവിനെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ, തിരുത്തൽ എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ നമ്മൾക്കൊക്കെ പറ്റുന്ന പരാജയങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റിയിരിക്കുന്ന അപകടങ്ങളെന്ന് പറയുന്നത് നമ്മുടെ തിരുത്തലുകൾ ഒന്നും ക്രിസ്തുവിൻ്റെ രൂപത്തിൽ നിന്നോ ഭാവത്തിൽ നിന്നോ എടുത്തതല്ല. ഒരുപക്ഷെ എൻ്റെ അഹങ്കാരം കാണിക്കാനായിരിക്കും, ഞാനാണ് സർവാധികാരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ നിന്നുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് പലപ്പോഴും പലരും തിരുത്താതെ ഇരിക്കുന്നുണ്ട്. ശരിയല്ല സഹോദരങ്ങളെ. തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും തിരിച്ചറിയാനുള്ള ജ്ഞാനവും വിവേകവും മനുഷ്യൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് അവന് ഒരുപക്ഷെ ഏതിൽ നിന്ന് നമ്മൾ തന്നെ പിടിച്ചു വാങ്ങിയതാണ്. നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഫലം അനുഭവിച്ച് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തതാണ്. ഇനി ആ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം പൂർത്തീകരിക്കുക നമ്മളിലൂടെയാണ്. ദൈവം മനുഷ്യൻ ഏറ്റെടുത്ത ആ ഉത്തരവാദിത്വം പിന്നീട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിട്ടില്ല. ദൈവം ഒരു ദാനം കൊടുത്താൽ അതൊരിക്കലും തിരിച്ചെടുക്കുന്നവനല്ല. റോമാലേഖനത്തിൽ അങ്ങനെയാണ് പറയുന്നത്, ഒരു ദാനവും വിളിയും തിരിച്ചെടുക്കുന്നതല്ല. പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ തലയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് കൂടെയുള്ളവൻ കായനോട് കർത്താവ് ചോദിച്ചു, നിൻ്റെ സഹോദരൻ എന്ത് ചെയ്യും? ആ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. കൂടെയുള്ളവൻ നഷ്ടപ്പെട്ടു പോയാൽ ആ ഉത്തരവാദിത്തത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ശിഷ്യന്മാർ പരസ്പരം ആരെങ്കിലും ഒരാൾ, നമ്മുടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് മീനെ പിടിക്കാനല്ല കേട്ടോ, അത് മനുഷ്യനെ പിടിക്കാനാണ്. അതുകൊണ്ട് ഒന്നുകിൽ കർത്താവ് വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം, ഞാൻ എന്തായാലും ഇപ്പോൾ ഇല്ല എന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു ശിഷ്യൻ പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്കൊന്ന് തിരിച്ച് ചിന്തിക്കുവാനും ഒരുപക്ഷെ ആ അധ്വാനത്തെ ഒഴിവാക്കുവാനും അവർക്കത് സാധിക്കുമായിരുന്നു. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വെറുതെയുള്ള അധ്വാനങ്ങൾ, ചില ആളുകൾ പറയുന്നത് കേൾക്കാൻ പറ്റും, എൻ്റെ ജന്മം വെറുതെയായിപ്പോയി, ഒരു പുരുഷായുസ് വെറുതെയായിപ്പോയി. പല വൈദികർ പോലും ഒരുപക്ഷെ ജീവിതത്തിൽ നിരാശയും സങ്കടമൊക്കെ പെട്ട് കഴിഞ്ഞിട്ട് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ പുരുഷായുസ് വെറുതെയായിപ്പോയി. ഇത്രയേ ആയിട്ടുള്ളൂ. തിരുത്തേണ്ട സമയത്ത് തിരുത്തൽ കേട്ടിരുന്നുവെങ്കിൽ പുരുഷായുസ് വെറുതെയായി പോകില്ലായിരുന്നു. അപ്പോസ്തലന്മാരുടെ വെറുതെയുള്ള അധ്വാനം ഉണ്ടാകാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതിയാണ്, തിരുത്താനുള്ളൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നെങ്കിൽ, അതൊന്ന് പങ്കുവെക്കാനോ ഷെയർ ചെയ്യാനോ സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ തിരുത്തണം. നമ്മുടെ മക്കളെ തിരുത്തണം, സഹോദരങ്ങളെ തിരുത്തണം, അധ്യാപകരായിക്കോട്ടെ, മേലധികാരികളായിക്കോട്ടെ, ഉത്തരവാദിത്തപ്പെട്ട ഏത് വ്യക്തിയെയും തിരുത്തുന്നതിന് ക്രിസ്തു സ്വീകരിച്ചൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ തിരുത്തുവാൻ. അല്ല എങ്കിൽ ബൈബിളിലെ തിരുത്താൻ ശ്രമിച്ച പലരും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ പല അനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരെ തിരുത്തുവാനും അതിനുവേണ്ടി ശ്രമിച്ചിരുന്ന പല പ്രവാചകന്മാരെയും ദീർഘദർശിമാരെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞ ചരിത്രങ്ങൾ ബൈബിളിൽ ഇഷ്ടം പോലെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വാക്കുകൾ ഇന്ന് പലപ്പോഴും തിരുത്തലുകൾ സ്വീകരിക്കപ്പെടാത്തതിൻ്റെ കാരണം നമ്മളത് ഉപയോഗിക്കുന്ന വാക്കുകളും സാഹചര്യങ്ങളും പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. തിരുത്തലുകളെക്കാൾ കൂടുതൽ നമ്മളിന്ന് കുറ്റപ്പെടുത്താനാണ് ഇഷ്ടപ്പെടുന്നത്. ആദ്യം പറഞ്ഞ തിരുത്തലുകൾ സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ അത് മുറിവായി കിടക്കുന്നു. ആ മുറിവ് ഉള്ളിൽ കടന്നുകൊണ്ട് വീണ്ടും അത് കാണിക്കുന്നവനെ സ്നേഹിക്കാൻ പറ്റാത്തവണ്ണം അതെന്ത് ചെയ്യുന്നു? കുറ്റപ്പെടുത്തലുകളായിട്ട് മാറുന്നു. യേശുക്രിസ്തു ആ കുറ്റപ്പെടുത്തലുകളെല്ലാം, മുറിവുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, പിതാവേ, അറിവില്ലായ്മ കൊണ്ടാണ് അവരോട് ക്ഷമിക്കണമേ. ആ ഒരു മനോഭാവം ക്രിസ്തുവിനുള്ളത് കൊണ്ട് മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ചവർ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അവൻ്റെ സ്നേഹത്തിലേക്ക് ഒന്നായി തീരാനായിട്ട് ഇടയായിത്തീർന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോസ്തലന്മാർക്ക് ഒരു തിരുത്തലുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരു തിരുത്തൽ, ഒരു മുന്നോട്ടൊരു നിർദ്ദേശം വെച്ചിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോകില്ല. ഇതാ അവരാധ്വാനം മുഴുവൻ നടത്തിയെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ഒരു വാക്കിലാണ് അവർക്ക് വീണ്ടും അവരുടെ വല നിറച്ച് മീൻ കിട്ടുന്നത്. ഇവിടെ ഒരു സാമ്യം കിടപ്പുണ്ട്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 1 തൊട്ടുള്ള വചനത്തിന് സമാനമായ മറ്റൊരു ഭാഗമാണ് ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. രണ്ടും പടകാണ്. രണ്ടും വലയും വള്ളവും മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്. രാത്രിയുടെ അധ്വാനത്തിൽ മീൻ കിട്ടാതിരിക്കുന്നു, അവസാനം കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ രണ്ട് സ്ഥലത്തും സംഭവിക്കുന്ന കാര്യം പത്രോസ് ഒന്ന് പറയുന്നത് 5-ാം അധ്യായം, ലൂക്കോസ് 5-ാം അധ്യായത്തിൽ പറയുന്നത്, കർത്താവെ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമെന്നാണ് പറയുന്നത്. ഇവിടെ ചെയ്തത് ഇങ്ങനെയാണ്. യോഹന്നാൻ സുവിശേഷം 21-ൽ പത്രോസ് ചെയ്തത്, അവൻ കർത്താവാണെന്നറിഞ്ഞ നിമിഷം താൻ നഗ്നനാണെന്നറിഞ്ഞ് വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാടി. വള്ളത്തിൽ നിന്നവൻ വെള്ളത്തിലേക്ക് ചാടി. രണ്ടും അകൽച്ചയാണ്. ആദ്യത്തത് കർത്താവിനോട് പോകാൻ പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്തു? പത്രോസ് പോകാൻ ഒരുങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, രണ്ടാമതൊരു പ്രത്യേകത ആദ്യത്തെ മീൻപിടുത്തത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, മീൻ്റെ ആധിക്യത്യം നിമിത്തം വല കീറാൻ തുടങ്ങിയെന്ന് പറയുന്നത്. എന്നാൽ ഉത്ഥാനത്തിന് ശേഷമുള്ള അപ്പോസ്തലന്മാരുടെ മീൻപിടുത്തത്തിൽ ഇതാ കർത്താവിൻ്റെ വാക്കുകേട്ട് അനുസരിച്ചപ്പോൾ സംഭവിച്ച കാര്യം ഇതാ ഇങ്ങനെയാണ്. അവരുടെ വലയ്ക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. യേശുക്രിസ്തു തൻ്റെ ദൗത്യം തൻ്റെ അപ്പോസ്തലന്മാരെയും തൻ്റെ സഭയെയും ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കപ്പെടുവാനായിട്ടാണ്. ഉത്ഥാനത്തിന് ശേഷം അവൻ പ്രത്യക്ഷപ്പെട്ടത് പലർക്കും മനസ്സിലായിട്ടില്ല. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല. മറിയത്തിനത് മനസ്സിലായില്ല. അത് യേശുവാണെന്ന് കടൽ തീരത്ത് നിൽക്കുന്നത് യേശുവാണെന്ന് ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നീടാണ് അത് യേശുവാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞത്. ഉത്ഥാനത്തിന് ശേഷം തൻ്റെ സഭയിൽ തൻ്റെ വെളിപ്പെടുത്തലുകൾ എങ്ങനെയാണെന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതാ ഇവിടെ ആദ്യത്തെ സംഭവം മഗ്ദലന മറിയത്തിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് മറിയം എന്ന വിളിയിലൂടെയാണ്, സ്വരത്തിലൂടെയാണ്, വചനത്തിലൂടെയാണ്. ഇന്നീ കാലഘട്ടത്തിൽ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുവാനും അവൻ്റെ ഹിതം മനസ്സിലാക്കുവാനും നമ്മൾ നോക്കേണ്ട ഒരു വഴി അവൻ്റെ വചനമാണ്. 2, അപ്പോസ്തലന്മാർക്ക് എമ്മോസിലേക്ക് പോയപ്പോൾ അവനെ തിരിച്ചറിയാൻ പറ്റിയത് അവർ അപ്പം പങ്കിട്ടപ്പോൾ, അഥവാ കൂദാശയുടെ ഐക്യത്തിലാണ് അവർക്കത് മനസ്സിലായത്. കൂദാശയിലൂടെ ക്രിസ്തുവിനെ, ഉദ്ധിതനായ ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കുന്നൊരു ഭാഗം, തിരുവചനത്തിലൂടെ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന മറ്റൊരു ഭാഗം. ഇനിയും ക്രിസ്തുവിനെ പല രീതിയിൽ മനസ്സിലാക്കുന്ന സുവിശേഷത്തിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിളികളും നമ്മുടെ തിരഞ്ഞെടുപ്പുകളുമെല്ലാം നന്നായി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായി ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറവുകൾ പരിഹരിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ സ്നേഹത്തോടെ ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ പ്രത്യേകത, കർത്താവ് എപ്പോഴും ചെയ്തത്, ഉദ്ധിതനായ കർത്താവ് ചെയ്തത് ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. കുറ്റപ്പെടുത്തിയൊരു കാര്യം വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അവർ വലയ്ക്ക് പോയതിനോ മീൻ പിടിക്കാൻ പോയതിനൊന്നും കർത്താവ് കുറ്റപ്പെടുത്തിയിട്ടില്ല. അവൻ തന്നിൽ വിശ്വസിക്കാത്തതിനാലാണ് കുറ്റപ്പെടുത്തിയത്. നമ്മളെയും കർത്താവ് കുറ്റപ്പെടുത്തുന്ന ഇതിൽ മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ച് ഇത്രയും വചനങ്ങളും എൻ്റെ ശരീരവും രക്തവും കൂദാശകളെല്ലാം നൽകിയിട്ട് അത് വിശ്വസിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? ചെയ്ത പ്രവൃത്തികളുടെ കണക്കല്ല നമുക്കറിയാം, പാപത്തിൻ്റെ നീണ്ട കണക്കുകളൊക്കെ നമുക്കറിയാം, നമ്മുടെ കുമ്പസാരത്തിൻ്റെ വലിപ്പമൊക്കെ നമുക്കറിയാം. പക്ഷേ സ്നേഹമുള്ളവർ, നമ്മൾ തിരിച്ചറിയുക, ക്രിസ്തുവിലുള്ള വിശ്വാസം, അവൻ്റെ വാക്കിലുള്ള വിശ്വാസം, അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട്, അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ടോ? എൻ്റെ ദൗത്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. പത്രോസിന് ആ ദൗത്യം എപ്പോഴും ഒന്ന് തെറ്റിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 7 പേരും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ സുവിശേഷത്തിലാണെങ്കിൽ എൻ്റെ കൂടെ ഒരു കൂട്ടം ജനങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റാൻ എനിക്ക് സാധിക്കും. ഞാൻ പാപത്തിലാണ്, എൻ്റെ ദൗത്യത്തിൽ നിന്ന് മാറിക്കൊണ്ട്, ഞാൻ വിളി മാറിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല നരകത്തിൽ പോകുന്നത്, എൻ്റെ കൂടെ അനേക വ്യക്തികളെ നരകത്തിലെത്തിക്കാൻ എനിക്ക് സാധിക്കും. നമ്മൾ 3-ാം മണി പ്രാർത്ഥനയിൽ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, സ്വർഗത്തിലാക്കാനും നരകത്തിലാക്കാനും അധികാരമുള്ളവനായ മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ കാണിക്കണമേ.
നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല തീരുമാനങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഉത്തമമായ ബോധ്യമുള്ളവനെ നന്മ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്യം നഷ്ടപ്പെട്ടവന്, ബോധം നഷ്ടപ്പെട്ടവന് ഉപദേശിക്കുവാനോ നന്മ പറഞ്ഞു കൊടുക്കാനോ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിന് പിതാവായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് അവൻ സുവിശേഷം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. യഹൂദന്മാർ ആവർത്തിച്ച് ചോദിച്ചൊരു വാക്കുമുണ്ട്, എന്തധികാരം കൊണ്ട് നീ ഇത് ചെയ്യുന്നു? നമുക്കിന്ന് സുവിശേഷ വചനങ്ങൾക്ക് അധികാരം കുറവാണ് സഹോദരങ്ങളെ. അതെന്തുകൊണ്ടാണ്? ഒന്ന്, സുവിശേഷം നമുക്ക് സ്വന്തമല്ല. സ്വന്തമുള്ളവന് മാത്രമേ സുവിശേഷത്തിൻ്റെ മേൽ അധികാരമുള്ളൂ. വചനം പാലിക്കുമ്പോഴാണ് നമുക്ക് വചനം സ്വന്തമാകുന്നത്. വചനം പാലിക്കാത്തവന് വചനം സ്വന്തമല്ല, സുവിശേഷം സ്വന്തമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത്. ഈ വചനം, ഈ സുവിശേഷം ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റുമോ? എല്ലാ മതങ്ങളില്ലേ, എല്ലാ വർഗങ്ങളില്ലേ, എല്ലാ അധികാരികളില്ലേ, നമുക്ക് തിരുത്താൻ പറ്റുമോ എന്ന് ക്രിസ്ത്യാനി ചിന്തിക്കാനുള്ള കാരണം വചനത്തിൻ്റെ മേൽ നമുക്ക് അധികാരമില്ല. യേശുക്രിസ്തുവിന് അതിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നു. ആ അധികാരം അവർക്ക് ലഭിച്ചു, ശിഷ്യന്മാർക്ക് ലഭിച്ചപ്പോഴാണ് സത്യത്തിൽ അവരും സ്വർഗരാജ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരുകയും വലയും വള്ളവും ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ വന്നവർക്ക് അധികാരം, പരിശുദ്ധാത്മാവിൻ്റെ അധികാരം, പെന്തക്കോസ്തയുടെ അനുഭവം അവർക്ക് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, എന്നെ തലകീഴായി കുരിശിച്ചു കൊള്ളുക. അത്രയും ധൈര്യം അവർക്ക് കിട്ടാനുള്ള കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് ലഭിച്ചു. നമ്മൾ നന്നായിട്ട് ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, നിൻ്റെ ദാനമായ ആലോചന, ജ്ഞാനം, വിവേകം, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 4-ാമത്തെ വചനവും യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാമത്തെ വചനവും എല്ലാം നമ്മൾ നന്നായി ധ്യാനിച്ച് എല്ലാ ദിവസവും കർത്താവിനോട് ചോദിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആലോചന. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് തീരുമാനിക്കേണ്ടത്? നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്ര പേരാണ് വിളി ഉപേക്ഷിച്ച് പോകുന്നത്? സന്യാസം സ്വീകരിച്ചവർ അത് ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. പൗരോഹിത്യം സ്വീകരിച്ചവർ, ദൈറാജീവിതം സ്വീകരിച്ചവർ അത് ഉപേക്ഷിച്ച് കല്യാണം കഴിച്ച് പോകുന്നുണ്ട്. കർത്താവ് ആരെയും കുറ്റപ്പെടുത്തില്ല. വിളി ഉപേക്ഷിച്ച് ഒരുത്തനെയും കർത്താവ് കുറ്റപ്പെടുത്തിയിട്ടില്ല. മീൻ പിടിക്കാൻ പോയവനെ മനുഷ്യനെ പിടിക്കാനായി വന്നവനല്ലേ എന്ന് ചോദിച്ച് കർത്താവ് കുറ്റപ്പെടുത്തിയില്ല. കർത്താവ് കുറ്റപ്പെടുത്തിയ ഒറ്റ കാര്യമാണ് വിശ്വാസരാഹിത്യം. അത് കർത്താവ് സഹിച്ചില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോ വിളി ഉപേക്ഷിക്കുമ്പോൾ, നമ്മുടെയൊക്കെ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. കർത്താവ് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, പകരം നന്നായി വേദനിക്കുന്നുണ്ട്. ഇന്നും കർത്താവ് ചിന്തിക്കും, ഞാൻ ഈ 2021 എൻ്റെ ജീവനും എൻ്റെ രക്തവും കൊടുത്ത് ഞാൻ ഈ സഭയെ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചു. ആത്മരക്ഷ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. പാപമോചനം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. നിങ്ങളത് ഉപേക്ഷിച്ചിട്ട് വീണ്ടും മീൻ പിടിക്കാൻ പോവുകയാണോ? ആ ഒരു തീരുമാനമാണ് നീ എടുക്കുന്നതെങ്കിൽ നീ മാത്രമല്ല, നിൻ്റെ കൂടെയുള്ള വൈദികരും, നിൻ്റെ കൂടെയുള്ള കുടുംബാംഗങ്ങളും, നിൻ്റെ കൂടെ ചേർന്നവരൊക്കെ തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിനെതിരെ, വചനത്തിനെതിരെ, സത്യത്തിനെതിരെ പ്രഘോഷിക്കാനോ പിന്മാറ്റമുണ്ടാകുമ്പോൾ അത് തിരുത്താനുള്ള ആർജവം നമുക്കുണ്ടാകണം. നമ്മുടെ മക്കൾ പ്രേമത്തിലേക്ക് പോകുമ്പോൾ, ഒരു ഇൻ്റർകാസ്റ്റ് മാരേജിലേക്ക് പോകാൻ നേരത്ത്, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, മദ്യപാനത്തിലേക്കോ പുകവലിക്കലേക്കൊക്കെ പോകുമ്പോൾ അത് തിരുത്താനുള്ളൊരു ആർജവം, നോ എന്ന് പറയാനുള്ളൊരു ആർജവം നമുക്കുണ്ടാകണം, നമ്മുടെ മക്കൾക്കുണ്ടാകണം. അതിന് ക്രിസ്തു തിരുത്തിയതുപോലെ തിരുത്താനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളൊരാൾ നഷ്ടപ്പെട്ടാൽ ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം അനേകർ നഷ്ടപ്പെടും. ഇതാണ് പത്രോസിൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളാരും നഷ്ടപ്പെട്ടു പോകാതെ ജീവൻ കൊടുത്ത് നമ്മളെ ഏൽപ്പിച്ച ഈ സുവിശേഷം, ഈ സഭ ഉത്തരവാദിത്തത്തോടുകൂടി പിതാവിൻ്റെ കയ്യിലേക്ക് തിരിച്ച് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം മഹത്വമുള്ളവരായി, വിശ്വസ്തരായി തീരുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് നമ്മളെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. Maria.